ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന കഥയിൽ ഫ്രീ കെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ശ്രേയയും ഹൈമാവതിയും ദേവയാനിയമ്മയും ഗംഗയോട് പറയുന്നുണ്ട്. അതേസമയം ഗംഗയാണെങ്കിൽ മഹിയെ വിളിച്ചു പറയുന്നുണ്ട്. മഹിയാണെങ്കിൽ ഗംഗയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഹൈമാവതിയും ശ്രേയയും ദേവയാനിയമ്മയും രാഹുലും എല്ലാം ആഗ്രഹിക്കുന്നത് ഗംഗ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നായിരുന്നു. പക്ഷെ അത് നടക്കാതെ വന്നപ്പോൾ അവർക്കെല്ലാം ദേഷ്യമാകുന്നുണ്ട്. ശ്രേയോടും ഹൈമാവതിയോടുമായിട്ട് ദേവയാനിയമ്മ പറയുന്നുണ്ട്, ഇതെല്ലാം ആ ഗംഗയുടെ മിടുക്കാണ്. അവളാണെങ്കിൽ എന്റെ മകനെ സാരിത്തുമ്പിൽ കെട്ടിയിട്ടേക്കുകയാണ്. ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട്, ഇതങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് രാഹുലിനെ ശ്രേയ വിളിക്കുന്നുണ്ട്. ശ്രേയ വിളിച്ചിട്ട് പറയുന്നുണ്ട് പ്രശ്നമായെന്നൊക്കെ. രാഹുൽ അപ്പോൾ ചോദിക്കുന്നുണ്ട്, അതെന്താ നിനക്ക് ഗംഗയെ വീട്ടിൽ നിന്നും ഇറക്കാൻ പറ്റിയില്ല എന്നൊക്കെ. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, ഗംഗയാണെങ്കിൽ മഹിയുടെ കൂടെയാണ് ഹോസ്പിറ്റൽ പോകാൻ പോകുന്നതെന്ന്. ശേഷം കാണിക്കുന്നത് ഗംഗ പട്ടിക്കുട്ടിയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. മഹി വന്നിട്ട് ഗംഗയെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. മഹിയും ഗംഗയും പട്ടിക്കുട്ടിയുമായിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹി ഗംഗയോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന്. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, രാവിലെ ഒന്നും ഒരു കുഴപ്പവുമില്ല, പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ. മഹിയും ഗംഗയും ഫ്രീക്കിയെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നു. ഡോക്ടർ അപ്പോൾ ആണെങ്കിൽ ഒരു സൂചി എടുക്കുന്നുണ്ട്. ഫ്രീക്കിയുടെ ശരീരത്തിൽ ആരോ മനഃപൂർവ്വം സൂചി കുത്തിവെച്ചതുപോലെ ഉണ്ടെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. ശേഷം മഹിയും ഗംഗയും ഹോസ്പിറ്റലിൽ നിന്ന് പട്ടിക്കുട്ടിയുമായിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കാറാണെങ്കിൽ ഇടയ്ക്ക് കേടാകുന്നുണ്ട്. ആ സമയത്ത് മഹി പറയുന്നുണ്ട്, വണ്ടിയുടെ കാറ്റ് പോയെന്നാണ് തോന്നുന്നതെന്ന്. ഗംഗയെ കൊല്ലാൻ വേണ്ടി മഹിയെ ഒഴിവാക്കാൻ മനഃപൂർവ്വം രാഹുലൊക്കെ ചെയ്ത പണിയാണ് കാറിന്റെ കാറ്റുപോക്കല്. മഹി ഗംഗയ്ക്ക് ഒരു ഓട്ടോ പിടിച്ചു കൊടുക്കുന്നുണ്ട്. മഹി ഓട്ടോക്കാരനോട് പറയുന്നുണ്ട് ഗംഗയെ വീട്ടിലേക്ക് കൊണ്ടുവിടണമെന്ന്. ഗംഗ ഓട്ടോയിൽ പോകുമ്പോൾ ഗംഗയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിലെന്തോ ചതിയുണ്ടെന്നൊക്കെ. അതേസമയം രാഹുൽ ആണെങ്കിൽ ഗുണ്ടകളെ ഏൽപ്പിക്കുന്നുണ്ട്, രാത്രിയായി കഴിഞ്ഞാൽ ഗംഗയെ കൊന്നു കടലിൽ തള്ളണമെന്നൊക്കെ പറഞ്ഞിട്ട്. അതേ സമയത്ത് തന്നെ ശ്രേയ ഗുരുവമ്മയുടെ ശിഷ്യയോട് സഹായം ചോദിച്ചും ചെല്ലുന്നുണ്ട്. ഗുരുവമ്മയുടെ ശിഷ്യ ശ്രേയയോട് പറയുന്നുണ്ട്, എന്റെ മുന്നിലാകുകയാണെങ്കിൽ അവളെ എനിക്ക് കുറച്ച് സമയം കൂടെ പിടിച്ചു നിർത്താൻ പറ്റുമെന്നൊക്കെ. ശേഷം കാണിക്കുന്നത് ഗംഗയാണെങ്കിൽ പട്ടിക്കുട്ടിയും കൊണ്ട് റോഡിലൂടെ ഓടുകയാണ്. ഗംഗയുടെ പുറകെ ആണെങ്കിൽ കുറെ ഗുണ്ടകളും ഓടുന്നുണ്ട്. രാഹുൽ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ ഗംഗയെ കൊല്ലാൻ വേണ്ടി ഗംഗയുടെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ പ്രൊമോ ഇതോടെ അവസാനിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം. താങ്ക്